അടുക്കള കൊണ്ടുവച്ചിരിക്കുന്നു. ഭർത്താവിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് ഭാര്യയുടെ ഡ്യൂട്ടിയാണെന്ന് എനിക്കറിയില്ലേ? അത് തന്നെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതല്ലേ നീ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്? ഗോമതി, ഇത്ര പെട്ടെന്ന് ഇത്രയധികം കേസുകൾ നിനക്ക് എവിടെ കിട്ടി? യൂണിവേഴ്സിറ്റിന്ന്. ആര് കൊണ്ടുവന്നു? ഞാൻ പോയി വാങ്ങിച്ചതാ. നീ പോയി വാങ്ങിച്ചതോ? ആ കേസ് വാങ്ങിച്ചു. ഗോമതി, ഇത് മാർക്ക് ലിസ്റ്റാണല്ലോ. ആദായത്തിന് കിട്ടി കിലോ 50 പൈസ. നീ എന്താ കപ്പലണ്ടി കച്ചവടം തുടങ്ങാൻ പോകുന്നുണ്ടോ? ഇക്കണക്കിന് പോയാൽ അത് തന്നെ നമ്മൾ ചെയ്യേണ്ടി വരും. മേശ ഒഴിഞ്ഞു കിടക്കുന്ന കണ്ടല്ലേ? ഏതെങ്കിലും ഒരു കക്ഷിക്കാരൻ വഴിതെറ്റി ഇവിടെ വന്നാൽ ഒരു വക്കീലിനെ വിടാണ് തോന്നണ്ടേ? അപ്പൊ നിനക്ക് ബുദ്ധി ഉണ്ടല്ലേ ഗോമതി? എനിക്ക് ആകെ ഒരു ബുദ്ധിമോശമേ പറ്റിയിട്ടുള്ളൂ. മനസ്സിലായി. പറയണമെന്നില്ല, എന്നെ പ്രേമിച്ച് കല്യാണം കഴിച്ചതല്ലേ? അതെ. ഗോമതി, ഇങ്ങോട്ട് നോക്ക്. ഇത് നിന്നെ കൊണ്ട് ഞാൻ തിരിച്ചു പറയിപ്പിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ആളല്ല. നീ നോക്കിക്കോ, അടുത്ത് തന്നെ എവിടുന്നെങ്കിലും ഒരു മരമണ്ട എന്തെങ്കിലും ഒരു കേസായിട്ട് എന്റെ വഴിയിൽ വന്ന് വീഴും. അതോടെ അവൻ ക്ലോസ്. നിങ്ങൾ ഇത് പറയാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? ഈ കോട്ട് വലിച്ചെറിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ജോലി അന്വേഷിച്ചൂടെ? വരട്ടെ ഗോമതി, അതിന് സമയമില്ല. സമയമാകുമോ നോക്കാം കേട്ടോ. ഏതോ ഒരു കഷ്ടകാലം പിടിച്ചവൻ വരുന്നുണ്ട്. ആ കസാലയിൽ ഇരിക്കൂ. ഞാൻ പുസ്തകം എടുക്കട്ടെ. എന്തെങ്കിലും പറയൂ, എന്തെങ്കിലും പറയാൻ. യുവർ ഓണർ, വേലായുധൻ എന്ന ചിഹ്നൻ മരിക്കുമ്പോൾ ചില്ലയുടെ കയ്യിൽ കത്തിയുണ്ടായിരുന്നു എന്നതിനെ ഞാൻ നിഷേധിക്കുന്നില്ല. കത്തിയുണ്ടായിരുന്നു. പക്ഷേ യുവർ ഓണർ, അത് ബ്രാൽ എന്ന മത്സ്യത്തെ വെട്ടാൻ കൊണ്ടുവന്നിരുന്ന വെട്ടുകത്തി ആയിരുന്നു ആ കത്തി. പോയിന്റ് 3. പിന്നെ വേലായുധൻ മരിച്ചത് എങ്ങനെ? ദുർബലനും പ്രമേയ രോഗിയുമായ വേലായുധൻ ചിരിദേവി മീൻ വെട്ടാൻ കൊണ്ടുവന്ന കത്തി കണ്ട് ഭയന്ന് ബോധരഹിതനായി വീണ് പിടഞ്ഞ് മരിക്കുകയാണ് ഉണ്ടായതെന്നതിന് തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. ചൂടാണ്. നീയായിരുന്നു വെറുതെ ശ്വാസം കളഞ്ഞല്ലേടാ. എന്താ ഒന്ന്? അല്ല, ഈ ആധാരം വായന കഴിയട്ടെ. ഇത് ഈ ആധാരം വായനല്ല, കോടതി കേസാ, മർദ്ദം. ഇതേ കോടതിയിൽ വെച്ച് കണ്ടോളാ. നീ വന്ന കാര്യം പറ. ഗോമതി, ഞാൻ വളരെ ടയേർഡായിരിക്കും. 2 ചായ കൊണ്ടുവരൂ. ഒന്ന് ശിവാസനം, ഒന്ന് എനിക്ക്. ഒന്ന് വേഗം പോകൂ. ഗോപിയേട്ടൻ എന്നെ സഹായിക്കണം. കാര്യം പറയണോ? അച്ഛൻ നിനക്ക് അച്ഛനുണ്ട്, എനിക്ക് അച്ഛനില്ല. എല്ലാം എനിക്കറിയാം. നീ സംഗതി എന്താ വെച്ചാ പറ. അയ്യോ, അതല്ല. അച്ഛൻ ഒരിക്കലും മന്ത്രിയുടെ മകളെ അന്വേഷിക്കുന്നു. ഇതാണോ? ഇത് നല്ല കാര്യല്ലേ? അല്ല. എവിടെങ്കിലും ചെന്ന് കുടുങ്ങിയോ? എന്താ വേണ്ടത്? ആ കുടുക്കുന്ന രക്ഷപ്പെടണം. അയ്യോ, അത് വേണ്ട. പിന്നെ മന്ത്രിമാരിനെ രക്ഷപ്പെടണം. ഗോപതി, ഒരു ഗുഡ് ന്യൂസ്. ശിവദാസന്റെ ഒരു കേസ് കിട്ടിയോ? കിട്ടി. എന്റെ ഈശ്വര, നീ എന്റെ പ്രാർത്ഥന കേട്ടു. എന്താ കേസ്? ഇവര് ഒരു പെണ്ണു കേസല്ല ഗോമതി ചേച്ചി. നീ മുണ്ടായിരിക്കും. ആരും പറഞ്ഞത് കോടതി കേസല്ലെന്ന്. അതൊന്നും പറയാൻ വെക്കൂല. ചിലപ്പോൾ ഹൈക്കോടതി വരെ പോയെന്ന് വരും. എന്ത് കേസോ ആവട്ടെ, ഒന്ന് കിട്ടിയല്ലോ, അത് മതി. നീ ഒന്ന് അകത്തേക്ക് പോ. ഞാൻ ഇവരൊന്ന് ക്ലോസ് ചെയ്തു പോകൂ. അപ്പോ നിന്റെ കുടുക്ക്, അതായത് പ്രേമം അല്ലേ? ഒന്ന് ചോദിച്ചോട്ടെ, സത്യത്തിൽ ഇത് ആത്മാർത്ഥമായിട്ടുള്ളതാണോ, അതല്ല ഇപ്പോഴത്തെ ഈ പിള്ളേരെ പോലെ ഒരുമാതിരി ഹോബി ആയിട്ടുള്ള പ്രേമമാണോ? ആത്മാർത്ഥമായതാണ്. ഏതാ പെണ്ണ്? വാച്ച് നായരുടെ മകൾ സുശീല, നേഴ്സാണ്. ഓ, അത് ശരി. അപ്പോ ഡോക്ടർ നേഴ്സ് പ്രേമം അല്ലേ? ഓക്കെ.
എന്നാ നീ ഇപ്പൊ പ്രേമിക്കുന്നത് ഒരു മന്ത്രിയുടെ മകളെയാണ്. അയ്യോ പൊന്നു ഗോപേട്ട, ഞാൻ സ്നേഹിക്കുന്നത് പാച്ചുനായരുടെ മകളാണെന്ന് പറഞ്ഞില്ലേ? എന്ന് നീ പറഞ്ഞു. ബട്ട് ഞാൻ പറയുന്നു മന്ത്രിയുടെ മകളെയാണെന്ന്. ഗോപേട്ട, Now come to the point. പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. മന്ത്രി ചന്ദ്രശേഖരന്റെ മകൾ, നിന്റെ കുടുക്കിന്റെ പേരെന്താണ്? സുശീല. മന്ത്രി ചന്ദ്രശേഖരന്റെ മകൾ സുശീല എന്ന പെൺകുട്ടിയെ നീ സ്നേഹിക്കുന്നുവെന്ന് ചാൻസ് കിട്ടുമ്പോൾ നിന്റെ അച്ഛന്റെ മുമ്പിൽ അവതരിപ്പിക്കണം. അത്രയേ ഉള്ളൂ. 6 മാസമായി അന്വേഷിക്കുന്നു. ഒരു മന്ത്രിയും വലയിൽ വീഴുന്നില്ല. ആ പെൺപിള്ളേരുള്ള മന്ത്രിമാര് കുറവാണ്. ഇപ്പൊ നമ്മുടെ MLA കുഞ്ഞിക്കണ്ണൻ അടുത്ത് തന്നെ മന്ത്രിയാകാൻ പോകുന്നെന്ന് കേട്ടു. അയാൾക്കൊരു മകളുണ്ട്. എമ്മയ്ക്ക് പഠിക്കുക. ഞാൻ ആളെ വിട്ടിട്ടുണ്ട് നമ്മുടെ ശിവദാസിന് വേണ്ടി അന്വേഷിക്കാൻ. അത് ഞാൻ നടത്തും. കുട്ടി സുന്ദരിയാണോ അച്ഛ? ആ കുട്ടികളെ സൗന്ദര്യം ആരും നോക്കുന്നു? നില നോക്കിയാ പോരെ? ആ അത് പോരാ. അത് മതി, ഞാൻ നോക്കിക്കോളാം. ഇനി എന്റെ അനുവിന്റെ ഇൻകം ടാക്സും കൂടി ശരിയായാ മതി. അതിന് ഞാൻ ആളെ വിട്ടിട്ടുണ്ട്. എന്നാ പിന്നെ ഇവിടെ എല്ലാം ആയി. വാ 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 വാ, ഡോക്ടർ മോൻ ഇന്ന് വാ. നീ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ. ഓപ്പറേഷൻ വല്ലതും ഉണ്ടായിരുന്നോ ഇന്ന്? ഇല്ല. അപ്പൊ നാളെ നമുക്ക് ആ MLA കുഞ്ഞിക്കണ്ണന്റെ വീട് വരെ ഒന്ന് പോണം. എന്തിനാ വിളിച്ച? നിന്നോടല്ല, ഇവനോട്. എന്തിനാ? പെണ്ണ് കാണാൻ. അച്ഛൻ ഞാനും വരാം. ഞാൻ കണ്ടിട്ട് തീരുമാനിച്ചാൽ മതി. ആട്ടെ, നീയും പോര്. എന്താ ഒന്നും മിണ്ടാത്തത്? പെണ്ണ് കാണാൻ വരാൻ പേടിയാണോ? പിന്നെ എന്താ വെച്ചാ അങ്ങോട്ട് പറയൂ. ഞാൻ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട് അച്ഛാ. ആരോട് ചോദിച്ചിട്ടാ പെണ്ണിനെ സ്നേഹിച്ചു? എടാ നിന്നോട് ഞാനാണ് ചോദിച്ചത്. ആരോട് ചോദിച്ചിട്ട് സ്നേഹിച്ചു? ആരോട് ചോദിച്ചില്ല. പിന്നെ വല്യച്ഛൻ സാധാരണ അച്ഛന്മാരോട് ചോദിച്ചിട്ടാണോ മക്കൾ പെൺകുട്ടികളെ സ്നേഹിക്കാറ്? ആരാടാ അച്ഛന്മാര്? എനിക്ക് ഒറ്റ മകനേ ഉള്ളൂ, അവന് ഒറ്റ തന്തേ ഉള്ളൂ. എന്റെ മകൻ എന്നോട് ചോദിച്ചിട്ടേ ആരെയും സ്നേഹിക്കാവൂ. ആട്ടെ, ആരാടാ പെണ്ണ്? എടാ ആരാടാ പെണ്ണ്? വല്യച്ഛൻ സമാധാനം വെച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചില്ലേ? ഞാൻ ചോദിക്കാം. ആരാണ് ആ പെണ്ണ്? പെണ്ണ് ഏതാണ്? മന്ത്രി ചന്ദ്രശേഖരന്റെ മകൾ. മന്ത്രി ചന്ദ്രശേഖരന്റെ മോളോ? എന്റെ മോനെ, എന്റെ ഡോക്ടർ മോനെ, എന്റെ മോന് തെറ്റുപറ്റില്ല. എടി മോളെ, എന്റെ ഇങ്ങിതം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവൻ മന്ത്രിയുടെ മോളെ സ്നേഹിച്ചു. മോനെ, ഇവിടെ വാ. എടാ, നീ അവളെ സ്നേഹിക്കുന്ന പോലെ തന്നെ അവള് നിന്നെയും സ്നേഹിക്കുന്നുണ്ടോ? ഇപ്പോഴത്തെ പെമ്പിള്ളേരാ. വിളിച്ച ആ. അത് ഇവര് തമ്മിൽ ഒരിക്കലും പിരിയാത്ത മാതിരി സ്നേഹിച്ചു പോയി. പറയാനൊരു മടി. എന്തിനാടാ ഈ കാര്യങ്ങളൊക്കെ പറയാൻ മടിക്കുന്നത്? എന്നാ പിന്നെ വെച്ചോണ്ടായിരിക്കും. ഓ, അവന്റെ ഒരു ലന്ന. ദാസേട്ടാ, എനിക്ക് അവരെ ഒന്ന് കാണാൻ തിടുക്കമായി. മോനൊരു കാര്യം ചെയ്യും. നാളെ തന്നെ പോയിട്ട് അവളെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോവാ. എനിക്ക് എന്റെ മരുമകളെ ഒന്ന് കാണണം. എന്താണ് നോക്കി നിൽക്കണേ? നാളെ തന്നെ കൂട്ടിക്കൊണ്ടുവരാന്ന് പറയൂ. അങ്ങനെ എന്ത്? മന്ത്രിയുടെ മകളോ? അതെ ഞാനോ? അതെ. നുണ പറയാൻ എന്നെ കിട്ടില്ല. ഞാൻ പോകുന്നു. ഒരു കല്യാണം നടത്തി കിട്ടാൻ 1000 നുണ പറയാം എന്ന് വകുപ്പുണ്ട് കുട്ടി. എനിക്ക് കേൾക്കണ്ട നിങ്ങളുടെ വകുപ്പൊന്നും. കുടുങ്ങല ഞാനായിരിക്കും. എന്റെ നീ മന്ത്രിയുടെ മകളായി വീട്ടിൽ വന്നില്ലെങ്കിൽ
കുടുങ്ങുന്ന ഞാനായിരിക്കും. പ്ലീസ്. അവരാരെങ്കിലും ആശുപത്രി വന്ന് എന്നെ ഈ വേഷത്തിൽ കണ്ടാൽ അവരാരും ആശുപത്രിയിൽ വരാറില്ലല്ലോ. അവർക്ക് തന്നെ വല്ല അസുഖം വന്നാ വേറെ വല്ല നല്ല ആശുപത്രിയും പോകാൻ മതിയോ? വരില്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ വിഡ്ഢിവേഷം കെട്ടാൻ ഞാനില്ല. നോക്കിക്കാൻ അവളെ പോയി പിന്നീട് അങ്ങോട്ട് ചെല്ലിടും. അയ്യോ, ഞാൻ വരില്ല. ഞാൻ വരില്ല. ഞാൻ വരില്ല. അയ്യോ, അവനെ ഇനിയും കണ്ടില്ലല്ലോ. 10 മണിക്ക് വരാനല്ലോ വെല്ലിച്ച പറഞ്ഞത്. എന്നാ ഇനി 5 മിനിറ്റ് ഉണ്ട്. ഗോമതി, എല്ലാം റെഡിയല്ലേ? നീ ഇവിടെ നിൽക്ക. എല്ലാം റെഡിയല്ലേ? എല്ലാം റെഡി. സ്റ്റേറ്റുകാരെ കൊണ്ടുവരാൻ പാടില്ലായിരുന്നോടാ മോനെ. ചേച്ചിയാരൊന്നും സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല വെല്ലിച്ച. ഇതാണ് അച്ഛൻ. അതൊന്നും വേണ്ട. നല്ല ഗുരുത്തുള്ള ഇത് എന്റെ ഇളയ മകള് അനിരാധ, കോളേജിൽ പഠിക്കുക. ഹലോ, ഞാൻ എന്റെ ഫ്രണ്ട് മിനി. എന്താ പേര്? എന്താ പേര്? സുശീല. സുശീല പേര് പോലെ തന്നെയാണ്. ഇതെന്റെ മൂത്ത മകള് കുഞ്ഞുണ്ണിയുടെ ഭാര്യ. കുഞ്ഞുണ്ണി പോലീസിലാ, സർക്കിൾ. ഉദ്യോഗായിട്ടും സർക്കാർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും വേണ്ടെന്നും പറഞ്ഞു ഒരൊറ്റ ഇരിപ്പാണ്. കുട്ടിയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. മന്ത്രിക്ക് എസ്കോർട്ട് പോയപ്പോഴായിരിക്കും. ആയിരിക്കും. ഇവൻ പ്രസിദ്ധ വക്കീൽ, എന്റെ അനിയന്റെ മകനും. നമസ്കാരം. എടുത്ത തീരാത്ത അത്ര കേസാ. പാവം, കേസ് വാദിച്ച് ക്ഷീണിച്ചു. ഇവളെന്റെ ഗുമസ്തിയാണ്, ഭാര്യയും കൂടിയാണ്. മുഖം അങ്ങോട്ട് മാറ്റണം. സോറി വെല്ലിച്ചൻ. പേര് ഗോമതി. ഗോമതി, നമസ്കാരം പറയൂ. നമസ്കാരം. വെരി ഗുഡ്. അച്ഛൻ ഇപ്പോൾ ഏത് വകുപ്പ് മന്ത്രിയാ? എല്ലാ വകുപ്പുണ്ട്. എല്ലാ വകുപ്പും അങ്ങനെ ഒരു വകുപ്പുണ്ടോ? അയ്യോ അച്ഛാ, എല്ലാ വകുപ്പുകളെ പറ്റി മുഖ്യമന്ത്രി ഇവളുടെ ഡാഡിയോട് അന്വേഷിക്കുമെന്ന് സൂചിപ്പിച്ചതാണ്. അല്ലെ, മന്ത്രി ചന്ദ്രശേഖരൻ പ്രധാനമായും ധനകാര്യ വകുപ്പല്ലേ കൈകാര്യം ചെയ്യുന്നത് അല്ലേ? ഓ, ധനകാര്യം. മന്ത്രിക്ക് നിങ്ങൾ എത്ര പേരാ? അതെത്ര പേരാ? ഒരാണും ഒരു പെണ്ണും. എന്താ ഉഷ്ണിക്കുന്നുണ്ടോ? കാണും. വീട് ഏസിയല്ലേ? ഇവിടെ 4 റൂം ഏസിയാണ്. അനു, എന്റെ മോളെ ഏസി കൊണ്ടിരുത്തു. കണ്ടോ, വേർക്കുന്നു. സമയായി, ഞാൻ പോട്ടെ. എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. ഡ്യൂട്ടിയോ? അച്ഛാ, മന്ത്രി വീട്ടിലൊരു ഡ്യൂട്ടി കൊടുക്കും. അതാണ് പറഞ്ഞത്. ചില ഫയൽസ് ഒക്കെ നോക്കാനുണ്ടാവും. മകൾക്ക് ട്രെയിനിങ് കൊടുക്കുകയായിരിക്കും. ഏതായാലും സാവകാശം ആഹാരം കഴിച്ചിട്ട് പോയാൽ മതി. അച്ഛാ, മന്ത്രി അന്വേഷിക്കും. അന്വേഷിക്കട്ടെ. അനു, മോളെ ഏസിലേക്ക് കുഞ്ഞുണ്ണി. എന്തോ എങ്ങനെ? കൊള്ളാം. ഭവതി, നിനക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്കിഷ്ടപ്പെട്ടു. നല്ല ഐശ്വര്യമുള്ള കുട്ടി. ഈ കല്യാണം ഒന്ന് കഴിയട്ടെ, മന്ത്രിയുമായി ഒന്ന് ബന്ധപ്പെടട്ടെ, എന്നിട്ട് വേണം എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. വെല്ലിച്ച, ആദ്യം സർക്കുലറിന്റെ കാര്യത്തെ കുറിച്ച് ഒന്ന് ശ്രദ്ധിക്കണം. നീ പോടാ അവിടെ. അടുത്ത വർഷം ഈ ദിവസം എന്റെ കുഞ്ഞിന് DIG ആയിരിക്കും. ഈ നാട്ടുകാർ കാണാത്ത വിധത്തിലുള്ള കല്യാണം ഞാൻ നടത്തും. 10-40 സ്റ്റേറ്റുകാർ ഇങ്ങനെ അടുക്കടുക്കായിട്ട് വന്ന് നിൽക്കും. അതെ, ഈ നാട്ടുകാരൊക്കെ ഒന്ന് കാണട്ടെ എന്റെ വെല്ലിച്ചന്റെ പ്രൗഢി.